അജിത നായർ വെറൈറ്റി വ്ളോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ഒറ്റ ദിവസം കൊണ്ട് ഒറ്റ പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുഖം നല്ല ഗ്ലോ ആയിട്ടും നല്ല വെളുത്തിരിക്കാനും റിങ്കിൾസ് മാറാനും ഒക്കെയുള്ള നല്ല അടിപൊളി ഒരു പാക്കാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളെല്ലാം ഉപയോഗിച്ച് മാത്രം ചെയ്യുന്നതാണ്. അപ്പൊ നമ്മൾ ഭയങ്കര പൈസയൊക്കെ കൊടുത്ത് പാർലറിലൊക്കെ പോയിട്ട് മുഖം ഭയങ്കര ഫേഷ്യലൊക്കെ ചെയ്തിട്ട് വരത്തില്ലേ, അപ്പൊ ഈ പൈസ പോയതും മിച്ചം കുറെ നാൾ കഴിയുമ്പോൾ നമ്മുടെ ഫേസ് ഒരുമാതിരി, ഫേസ് എന്നല്ല നമ്മുടെ ഈ സ്കിൻ ഒരുമാതിരി ചുളുങ്ങി വരികയും ചെയ്യും. ആ അവസ്ഥയിലേക്ക് പോകും. ഒരുപാട് കെമിക്കലൊക്കെ ഉപയോഗിക്കുന്നത് മൂലം വല്ലപ്പോഴും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ അവരെ കുറ്റം പറയുകയല്ല കേട്ടോ. പോകുന്നവർക്ക് പോയി ചെയ്യാം, പക്ഷേങ്കിലും ഞാൻ അങ്ങനെ പോകാറില്ല. ഞാൻ നമ്മുടെ കയ്യിലുള്ള നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിച്ച് മാത്രം ചെയ്യുന്നതാണ് ഇതൊക്കെ. അപ്പം ഇന്നത്തെ വീഡിയോ ഇതാണ്. ഒറ്റ പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് നല്ല ഭംഗിയായിട്ട് തിളങ്ങുകയും ചെയ്യും, നല്ല വെളുക്കുകയും ചെയ്യുന്നൊക്കെ പറയുന്ന ഒരു ഫേസ് പാക്കാണ്. അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പം ഇന്നലെ കൂട്ടുകാരെ വീഡിയോ ഇടാനായിട്ട് പറ്റിയില്ല. ഇന്നലെ അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോകണമായിരുന്നു. അപ്പോൾ പോയിട്ട് വന്നപ്പോൾ ഒരുപാട് താമസിച്ചു പോയി. വെളുപ്പിനെ പോവുകയും ചെയ്തു. അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ പറ്റാഞ്ഞത്. എൻ്റെ വീഡിയോ നോക്കിയിരിക്കുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട്. അപ്പം ഞാൻ അത് നിങ്ങളോട് പറയാനായിട്ട് വിട്ടുപോവുകയും ചെയ്തു. പറയാനുള്ള ഒരു സമയവും അവകാശവും ഒന്നും കിട്ടിയില്ല. അതുകൊണ്ടാണ് കേട്ടോ. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇത് നമ്മൾ ആദ്യമായിട്ട് ഫേസ് നമുക്കൊന്ന് ക്ലെൻസ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലെൻസിങ് ആണ്. നിങ്ങൾക്കത് തൈര് വെച്ച് ക്ലെൻസ് ചെയ്യാം, ഇല്ലെങ്കിൽ പാലാണെങ്കിൽ പാല് അതെടുത്തിട്ട് നമുക്ക് കുറച്ചെടുത്തിട്ട് നമ്മൾ ഫേസിലോട്ട് നന്നായിട്ട് തേച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ക്ലെൻസ് ചെയ്ത് കൊടുക്കുക. ക്ലെൻസ് ചെയ്യുന്നത് എന്തിനാന്ന് എല്ലാവർക്കും അറിയാം. എന്തിനാ? നമ്മുടെ ഫേസിലെ അഴുക്കൊക്കെ നന്നായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലെൻസ് ചെയ്ത് കൊടുക്കുന്നത്. ക്ലെൻസിങ് സ്റ്റെപ്പ് കഴിഞ്ഞ ഉടനെ നമ്മൾ ചെയ്യേണ്ടത് അടുത്തത് സ്ക്രബാണ്. ഇവിടെ നമ്മൾ സ്ക്രബ് ചെയ്യാനായിട്ട് എടുക്കുന്നത് ഒരു തക്കാളിയാണ് കേട്ടോ. തക്കാളിക്കകത്ത് പഞ്ചസാര ഇട്ടിട്ട് നമുക്ക് സ്ക്രബ് ചെയ്യാം. പക്ഷേ പഞ്ചസാര എപ്പോഴും ശ്രദ്ധിക്കണം. പഞ്ചസാര, ഈ തരി പഞ്ചസാര അങ്ങോട്ട് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഫേസിലൊക്കെ സ്ക്രാച്ച് വീഴാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പഞ്ചസാര ഉപയോഗിക്കുന്നവര് അത് പൊടിച്ചിട്ട് മാത്രം ഉപയോഗിക്കുക. ഇല്ലെങ്കിൽ നമ്മൾക്ക് കാപ്പിപ്പൊടി എടുക്കാം, നമ്മുടെ ഇൻസ്റ്റന്റ് കോഫി പൗഡർ. ചിലവർ പറയും ചിലവരുടെ സ്കിന്നിന് കാപ്പിപ്പൊടി പിടിക്കില്ല, കറുത്ത് പോകുമെന്നൊക്കെ പറയും. അത് ഓരോരുത്തരുടെ സ്കിന്നിന്റെ ആണ്. അപ്പൊ ഇവിടെ ഇപ്പൊ ഞാൻ കാപ്പിപ്പൊടിയുടെ കാര്യമാണ് പറയുന്നത്. നിങ്ങൾക്ക് കാപ്പിപ്പൊടി പറ്റാത്തവരാണെങ്കിൽ പഞ്ചസാര പൊടിച്ചിട്ട് നമുക്ക് എടുക്കാവുന്നതുമാണ്. അപ്പൊ ഒരു തക്കാളി എടുക്കുക, തക്കാളി മുറിച്ചിട്ട് അതിനകത്തൊക്കെ നമ്മുടെ കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കുക. അപ്പൊ പെട്ടെന്ന് തന്നെ ഈ തക്കാളിയുടെ നീരുകൊണ്ട് ഈ കാപ്പിപ്പൊടി ഇതിനകത്തേക്ക് അബ്സോർബ് ചെയ്യും. എന്നിട്ട് നമ്മുടെ ഫേസ് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഈ സ്ക്രബിങ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഫേസിന്റെ ഈ കുറെ കരിവാളിപ്പും ഒക്കെ, ഈ റിങ്കിൾസ് ഒക്കെ ഈ ഒറ്റ പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ ഈ റിങ്കിൾസ് മാറത്തില്ല, പക്ഷെ നമ്മുടെ ഫേസിന് നല്ല ഭംഗി കിട്ടും, കരിവാളിപ്പൊക്കെ മാറി കിട്ടും കേട്ടോ. നമ്മുടെ സ്ക്രബ് കഴിയുമ്പോൾ തന്നെ കരിവാളിപ്പിന് നല്ല വ്യത്യാസം വന്നു. ഇനി അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടെന്നത് പോലും നമുക്ക് തോന്നിപ്പോവും. പക്ഷെ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യാതിരിക്കരുത്. ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള റിസൾട്ട് നമുക്ക് കിട്ടില്ല. അപ്പം ഒരു ഈച്ച ഇവിടെ കിടന്ന് ഇങ്ങനെ നമ്മളെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നു കേട്ടോ. അത് പോട്ടെ. അപ്പൊ നമ്മുടെ സ്ക്രബ് കഴിഞ്ഞിട്ട് നമ്മുടെ ഫേസ് നന്നായിട്ട് കഴുകുക അല്ലെങ്കിൽ തുടയ്ക്കുക, എന്തെങ്കിലും ചെയ്യുക. അതിനുശേഷം നമുക്കൊരു പാക്ക് ഇട്ട് കൊടുക്കാം. പാക്ക് ഇട്ട് കൊടുക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് എത്ര കറുത്തവരാണെങ്കിലും ശരി നല്ല ഭംഗിയായിട്ട് വെളുത്ത് കിട്ടുന്ന നല്ല ഒരു പാക്കാണിത്. നമ്മുടെ ഉലുവയുടെ പൊടി, ഉലുവ നന്നായിട്ട് വെയിലത്തിട്ട് കഴുകി ഉണക്കി പൊടിച്ചു വെച്ചിരിക്കുന്നവരായിരിക്കുമല്ലോ നിങ്ങൾ എല്ലാവരും. അപ്പൊ അത് നമ്മുടെ മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. തരി ഇല്ലാത്ത രീതിയിൽ പൊടിച്ചെടുക്കുക. ചിലത് അങ്ങോട്ട് ശരിക്കും പൊടിയത്തില്ല. അങ്ങനെയുള്ളപ്പം എന്ത് ചെയ്യണം എന്നറിയാമോ? നമ്മൾ ഈ പൊടിക്കുമ്പോഴത്തേക്കും മിക്സിയുടെ അടപ്പില് കുറച്ച് നല്ല ഭസ്മം പോലത്തെ പൊടി ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നതാണ്. ആ പൊടി നിങ്ങൾ എടുക്കുക. പൊടിച്ചു വെച്ച് കഴിഞ്ഞാൽ എളുപ്പമുണ്ട് ഇത് ചെയ്യാനായിട്ട്. പക്ഷെ നന്നായിട്ട് പൊടിച്ചെടുക്കുക. തരി അതിനകത്ത് കാണുകയും ചെയ്യരുത്. അപ്പൊ ഉലുവയുടെ കുറച്ച് പൊടി എടുക്കുക. എല്ലാം ഈക്വലായിട്ട് എടുത്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പൊ ഉലുവയുടെ പൊടി എടുക്കുക. പിന്നെ എടുക്കേണ്ടതെന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുൾട്ടാനി മിൽട്ടി, അതൊക്കെ നമ്മുടെ കടകളിലൊക്കെ മേടിക്കാൻ കിട്ടും. ഉലുവ എത്രയാണോ എടുക്കുന്നത് അത്രയും തന്നെ ഈ മുൾട്ടാനി മിൽട്ടി എടുക്കുക. പിന്നെ എടുക്കേണ്ടത് മഞ്ചിഷ്ട പൗഡറാണ്. അതും ഇത്രയും തന്നെ എടുക്കുക.
ഇത് മൂന്നും എടുത്തിട്ട് കാപ്പിപ്പൊടി കുറച്ച് ഇട്ട് കൊടുക്കുക. പിന്നെ കാപ്പിപ്പൊടി സ്കിന്ന് കറക്കും എന്നുള്ളവർ കാപ്പിപ്പൊടി ചേർക്കണ്ട. ഇനി ഇതിനകത്തേക്ക് നിങ്ങൾ കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കുക. തൈരോ പാലോ പിന്നെ തക്കാളിയുടെ നീരോ അല്ലെങ്കിൽ നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ നീരോ എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് നല്ലൊരു പേസ്റ്റ് പരുവത്തിലാണ് ഇത് കിട്ടുന്നത്. കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇതൊരു 15-20 മിനിറ്റ് നേരം നമ്മുടെ ഫേസിൽ ഇത് വെക്കുക. ഫേസിൽ ഇട്ട് കൊടുക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, നല്ല കട്ടിക്ക് തന്നെ ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. 15-20 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ചിലവരുടെ സ്കിൻ പെട്ടെന്ന് ഇത് അബ്സോർബ് ചെയ്ത് ഡ്രൈ ആകും, ചിലത് അത്ര ഡ്രൈ ആകത്തില്ല. എങ്കിലും നിങ്ങൾ 15-20 മിനിറ്റ് വെച്ചാൽ മതി. അതിനുശേഷം നിങ്ങളിത് കഴുകി കളയുക. അപ്പം ഫേസിൻ്റെ ഒരു മാറ്റം, നല്ല അടിപൊളി മാറ്റമാണ് കിട്ടുന്നത്. ഇപ്പം നിങ്ങൾക്ക് നാളെ ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഇതൊന്ന് തലേദിവസം നിങ്ങൾ ചെയ്യുക. അപ്പോൾ പിറ്റേ ദിവസം നമ്മൾ ഫംഗ്ഷനൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് അവർ ചോദിക്കും ഏത് പാർലറിലാണ് പോയെന്ന് ചോദിക്കും. അത്രയ്ക്ക് എഫക്റ്റാണ് നമ്മുടെ ഫേസിന് കിട്ടുന്നത്. നല്ല നല്ല വെള്ള കളറായിട്ട് നമ്മുടെ ഫേസ് വരികച്ച് ഞാനിപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറയും നിങ്ങളൊക്കെ വെളുത്ത മുഖത്ത് ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്, കറുത്ത മുഖത്ത് ചെയ്ത് കാണിക്കുക എന്നൊക്കെ പറയും. പക്ഷേ കറുത്ത മുഖത്തിന് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ എഫക്റ്റ് നന്നായിട്ട് അറിയാൻ പറ്റുന്നത്. വെളുത്തവർക്ക് അത്ര കുറച്ചല്ലേ അറിയാൻ പറ്റത്തുള്ളൂ. എങ്കിലും നമ്മുടെ വെളുത്തവരാണെങ്കിലും അത് ഫേസിൽ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ അടിപൊളി മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി മാറ്റമാണ്. നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന മാറ്റമാണ് അത് കിട്ടുന്നത് കേട്ടോ. നല്ല ഭംഗിയായിട്ടിരിക്കും മുഖം. ഞാൻ പറഞ്ഞില്ലേ എവിടാ നിങ്ങൾ ചെയ്തത്, ഇത് എന്ത് ഫേഷ്യലാണ്, ഇത് എത്ര രൂപയായി ചെയ്തപ്പോൾ എന്ന് ചോദിക്കും. അതുപോലെ തന്നെ ഒരുപാട് പൈസയൊക്കെ മുടങ്ങി പാർലറിൽ പോയിട്ട് എന്താ കുറേ ഫേഷ്യലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചെയ്തിട്ട് വരുന്നതിലും എത്രയോ നല്ലതാണ് ഇത് ചെയ്യുന്നത്. നമ്മുടെ ഫേസിന് നല്ല തിളക്കവും എല്ലാം കിട്ടുകയും ചെയ്യും. എന്നാൽ നമുക്കത് സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാകത്തുമില്ല. അപ്പം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്നതല്ലേ കൂടുതൽ നല്ലത്. അപ്പം നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 സ്റ്റെപ്പും ചെയ്യുക. പിന്നെ ഇത് മാസത്തിൽ ഒരു 3 പ്രാവശ്യം ചെയ്താൽ മതി. മാസത്തിൽ 3 പ്രാവശ്യം ചെയ്താൽ മതി. നിങ്ങൾക്ക് ആ എഫക്റ്റ് നിങ്ങളുടെ ഫേസിൽ നന്നായിട്ട് നിലനിൽക്കും. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ഒന്ന് ചെയ്യുക. പുതുതായി ചാനൽ കാണുന്നവരൊക്കെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബൈ.